അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചാലോ? അപ്പൊ ആ വെള്ളത്തെ അബ്സോർബ് ചെയ്യും. അപ്പൊ വീണ്ടും പഴയ രീതിയിലേക്ക് മാറുമോ നോക്കാം. അപ്പൊ എന്തായി? ആ വെള്ളത്തെ വീണ്ടും ഈ വെള്ള കളറിൽ ഉണ്ടായിരുന്ന കോപ്പർ സൾഫേറ്റ് വീണ്ടും വെള്ളത്തെ അബ്സോർബ് ചെയ്തു വീണ്ടും പഴയ പോലെ ബ്ലൂ കളറിലേക്ക് മാറുന്നു. ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആസിഡ്സ്, ബേസ് ആൻഡ് സോൾട്ട്സ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ വിവരണങ്ങളൊക്കെയാണെന്ന് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി ബേക്കിംഗ് സോഡയുണ്ട്, ബേക്കിംഗ് പൗഡർ ഉണ്ട്. ബേക്കിംഗ് സോഡ ആണ് അപ്പക്കാരം എന്ന് പറയുന്ന സാധനം, വീടുകളിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ദ ബേക്കിംഗ് സോഡ ഈസ് കോമൺലി യൂസ്ഡ് in the kitchen for making tasty, crispy pakoras, etc. Sometimes it is added for faster cooking. അതായത് അപ്പക്കാരം എന്തിനാ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അത് തന്നെ കാര്യം. അതായത് പെട്ടെന്ന് കുളിച്ച് കിട്ടാനും അത് ഫെർമെന്റേഷൻ നടക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നു. അപ്പക്കാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അടുത്തത് ദ കെമിക്കൽ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഇൻ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അപ്പൊ ഈ ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം ആണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, NaHCO3. It is produced using sodium chloride as one of the raw materials. അപ്പൊ ഇതിലെ ഒരു റോ മെറ്റീരിയൽ, ഈ ബേക്കിംഗ് സോഡ ഉണ്ടാക്കുന്നതിലെ ഒരു റോ മെറ്റീരിയൽ ആണ് സോഡിയം ക്ലോറൈഡ്, നമ്മുടെ സാധാരണ ഉപ്പ്. അത് നമുക്കറിയാവുന്ന സാധനം. അപ്പോൾ കെമിക്കൽ നെയിം, ബേക്കിംഗ് സോഡയുടെ കെമിക്കൽ നെയിം സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ ഉണ്ടാക്കാനുള്ള ഒരു റോ മെറ്റീരിയൽ ആണ് സോഡിയം ക്ലോറൈഡ്. NaCl plus H2 plus CO2 plus NH3. NaCl അതിലൊരു സാധനം മാത്രമാണ്. NaCl plus H2O plus CO2 plus NH3. ഇത്രയും റിയാക്ട് ചെയ്താൽ gives NH4Cl plus NaHCO3. ബേക്കിംഗ് സോഡ വി ഗെറ്റ് വാഷിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡയെ ഹീറ്റ് ചെയ്താൽ നമുക്ക് വാഷിംഗ് സോഡ കിട്ടും. അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും നഷ്ടപ്പെട്ട് പോകുന്നുണ്ടാവും. നോക്കാം. NaHCO3 ഹീറ്റ് കൊടുക്കുന്നു. അതിൽ ഹീറ്റ് കൊടുത്താൽ സംഭവിക്കുന്നത് Na2CO3 പ്ലസ് H2O പ്ലസ് CO2. അതിൽ CO2 H2O ഉണ്ട്. CO2 ഗ്യാസ് ആയിരിക്കുമല്ലോ. അപ്പം നോർമലി കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി. ഹീറ്റ് ചെയ്യുമ്പോൾ, അതിന് മുമ്പത്തെ നമ്മൾ ഏതോ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഗ്യാസ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഇതിന് മാറ്റം വരുന്ന കാര്യം. അതുപോലെ തന്നെ ഇവിടെയും Na2CO3 പ്ലസ് H2O പ്ലസ് CO2. ഇനി അത് കഴിഞ്ഞു വാഷിംഗ് സോഡ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് പറയാം. നമ്മൾ നേരത്തെ വാഷിംഗ് സോഡ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അതിന്റെ കെമിക്കൽ ഫോർമുല Na2CO3. ഇതിൽ H2O ഒരു റേഷ്യോ, അളവിനൊക്കെ പ്രാധാന്യമുണ്ട്. കെമിക്കൽ നെയിം സോഡിയം കാർബണേറ്റ്. NaHCO3 ഹീറ്റ് കൊടുക്കുന്നു. Na2CO3 പ്ലസ് H2O പ്ലസ് CO2. നമ്മൾ ബേക്കിംഗ് സോഡയുടെ കാര്യത്തിൽ ഇത് പറഞ്ഞിരുന്നു. ആ ബേക്കിംഗ് സോഡ അതിൽ നമ്മൾ ഹീറ്റ് കൊടുത്ത് Na2CO3 പ്ലസ് H2O പ്ലസ് CO2 ആക്കി മാറ്റുന്നു. ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നു. 2NaHCO3 ആണ് ബാലൻസ് ചെയ്ത ഇക്വേഷൻ. അപ്പോൾ Na2CO3 പ്ലസ് 10H2O gives Na2CO3 10H2. ഇനി യൂസസ് ഓഫ് വാഷിംഗ് സോഡ. വാഷിംഗ് സോഡ യൂസ് എന്താന്ന് പറയാതെ തന്നെ അറിയായിരിക്കും. സോഡിയം കാർബണേറ്റ് ആണ് ഇതിന്റെ പേര്. നമ്മൾ നേരത്തെ പറഞ്ഞു വാഷിംഗ് സോഡ ഈസ് യൂസ്ഡ് ഇൻ ഗ്ലാസ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസ്. ഗ്ലാസ്, സോപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസിൽ ഇത് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് സോഡിയം കോമ്പൗണ്ട് സച്ച് ആസ് ബൊറാക്സ്. ബൊറാക്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടും ഈ വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. സോഡിയം കാർബണേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ക്ലീനിങ് ഏജന്റ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസസ്. അതാണ് നമുക്ക് നോർമലി കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം. സോഡിയം കാർബണേറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ക്ലീനിങ് ഏജന്റ് ഫോർ ഡൊമസ്റ്റിക് പർപ്പസ്. പേര് തന്നെ വാഷിംഗ് സോഡ എന്നാണ്. അപ്പൊ നമ്മൾ ക്ലീനിങ് പർപ്പസ് വേണ്ടി ഉപയോഗിക്കുന്നു. മറ്റു കാര്യങ്ങൾ ഗ്ലാസ്, സോപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്. ബൊറാക്സ് നിർമ്മിക്കാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് അത്ര പരിചയമായ കാര്യമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ ക്ലീനിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡൊമസ്റ്റിക് പർപ്പസ്, അവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് പരിചയമുള്ള സാധനങ്ങളായിരിക്കും. ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടും ഈ സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിംഗ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ നമ്മൾ ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്, അലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വെള്ളത്തിന്റെ ഹാർഡ്നെസ്, സർഫൻസിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ആ ഒരു കാര്യത്തിനും ഉപയോഗിക്കുന്നു. അത് നമുക്ക് അറിയാമായിരിക്കും. പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ ഹാർഡ്നെസ് കുറയ്ക്കാൻ വാഷിംഗ് സോഡ ഉപയോഗിക്കുന്നു.
വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഈസ് ദ ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ വൺ ഫോർമുല യൂണിറ്റ് ഓഫ് സോൾട്ട്. ഈ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ വൺ ഫോർമുല യൂണിറ്റ് ഓഫ് സോൾട്ട്. ഒരു സോൾട്ടിൽ ഉണ്ടായിരിക്കേണ്ട വാട്ടർ മോളിക്യൂൾസിന്റെ ആണ്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. CuSO4 പ്ലസ് റിയാക്ഷൻ അല്ല, അതിൽ തന്നെ 5H2O അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്, പക്ഷേ ഈ സാധനം ക്രിസ്റ്റൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയും. അപ്പോൾ കോപ്പർ സൾഫേറ്റ് തുലിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാവും, അതിൽ H2O അടങ്ങിയിട്ടുണ്ട്, റിയാക്ഷൻ അല്ല, അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി അതിന്റെ ബാക്കി റിയാക്ഷൻ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. അപ്പൊ അത് 5H2O ആണ്. ഇത് അടങ്ങിയിരിക്കുന്ന റേഷ്യോ ഉണ്ട്. അതാണ് വാട്ടർ മോളിക്യൂൾസ് പ്രസന്റ് ഇൻ വൺ ഫോർമുല യൂണിറ്റ് ഓഫ് എ സോൾട്ട്. കോപ്പർ സൾഫേറ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ക്രിസ്റ്റലൈസേഷൻ ഉണ്ട്, അത് എങ്ങനെയാ മാറുന്നത് എന്നൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനുണ്ട്. അത് തുടർന്ന് നമുക്ക് പറയാം. ഇനി നമുക്കറിയാവുന്ന ഒരു സാധനമാണ് ജിപ്സം, CaSO4. അവിടെ 2H2O ആണ്. കോപ്പർ സൾഫേറ്റിൽ CuSO4, അതിന്റെ കൂടെ 5H2O ആണ്. ഇവിടെ CaSO4, 2H2O ആണ് അതിലടങ്ങിയിരിക്കുന്നത്. അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതാണ്, അത് റിയാക്ഷൻ അല്ല, അതുകൊണ്ടാണ് പ്ലസ് ഇട്ട് അവിടെ കൊടുക്കാത്തത്. ഇനി വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷന്റെ ഒരു, അപ്പൊ ഇവിടെ നമ്മൾ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ്, ഈ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലിൽ വാട്ടറിന്റെ കണ്ടന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അതിനെ നമ്മളൊരു ബോയിലിംഗ് ട്യൂബിൽ എടുത്തിട്ട് നമ്മൾ ചൂടാക്കും. അപ്പൊ ഇതിനകത്ത് നിന്ന് കാണുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു സാധനം പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ചൂടാക്കുമ്പോൾ പുറത്തേക്ക് പോകേണ്ടത് എന്തായിരിക്കും നമുക്കറിയാലോ. അപ്പോൾ അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് വെറുതെ ഒരു ബോയിലിംഗ് ട്യൂബിൽ എടുക്കുന്നു, ഹീറ്റ് കൊടുക്കുന്നു, വെച്ച് ഹീറ്റ് കൊടുക്കുന്നു, കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ ആണ് അതിലുള്ളത്, അതിനെ ചൂടാക്കുന്നു. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ എന്തുണ്ടാവുക? അവിടെ സ്റ്റീമായിട്ട് അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, നീരാവി, അതാണ് അവിടുന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഇപ്പൊ നോക്കുമ്പോൾ മനസ്സിലാവും, അവിടെ ബ്ലൂ കളർ ഉണ്ടായിരുന്ന കോപ്പർ സൾഫേറ്റ് വെള്ള കളറിലേക്ക് മാറി. വെൻ വി ഹീറ്റ് ദ ക്രിസ്റ്റൽസ്, ദിസ് വാട്ടർ ഈസ് റിമൂവ്ഡ് ആൻഡ് ദ സോൾട്ട് ടേൺ വൈറ്റ്. അപ്പൊ ഈ വെള്ളത്തിന്റെ അംശം അതിലുള്ളത് കൊണ്ടാണ് അത് നീല നിറത്തിൽ ആണ്. കോപ്പർ സൾഫേറ്റ് തുരിശ് എന്ന് പറയുന്ന സാധനം നീല നിറത്തിലാണ് ഉണ്ടായിരുന്നത്. അത് ചൂടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അതിലെ വാട്ടർ കണ്ടന്റ് പോയി. ചൂടാക്കിയപ്പോൾ വെള്ളം നീരാവിയാവുന്നു, അത് പുറത്തേക്ക് പോകുന്നു. അപ്പൊ വെള്ളം പോയി കഴിയുമ്പോൾ വി ഹീറ്റ് ദ ക്രിസ്റ്റൽസ്, ദിസ് വാട്ടർ ഈസ് റിമൂവ്ഡ് ആൻഡ് ദ സോൾട്ട് ടേൺ വൈറ്റ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, അത് വെള്ള കളറായിട്ട് മാറും. അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചാലോ? അപ്പൊ ആ വെള്ളത്തെ അബ്സോർബ് ചെയ്യും. അപ്പൊ വീണ്ടും പഴയ രീതിയിലേക്ക് മാറുമോ നോക്കാം. അപ്പൊ എന്തായി? ആ വെള്ളത്തെ വീണ്ടും ഈ വെള്ള കളറിൽ ഉണ്ടായിരുന്ന കോപ്പർ സൾഫേറ്റ് വെള്ളം വീണ്ടും വെള്ളത്തെ അബ്സോർബ് ചെയ്തു, വീണ്ടും പഴയ പോലെ ബ്ലൂ കളറിലേക്ക് മാറുന്നു. ഇഫ് യു ആർ മോയിസ്റ്റൻ ദ ക്രിസ്റ്റൽസ് അഗെയിൻ വിത്ത് വാട്ടർ, യു വിൽ ഫൈൻഡ് ദാറ്റ് ബ്ലൂ കളർ ഓഫ് ദ ക്രിസ്റ്റൽ റീഅപ്പിയേഴ്സ്. വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് വെറുതെ അന്തരീക്ഷത്തിൽ അറ്റ്മോസ്ഫിയർ തുറന്നു വെച്ചാൽ അവിടെ മോയ്സ്ചർ ഉണ്ടെങ്കിൽ അതുമായി റിയാക്ട് ചെയ്ത് വീണ്ടും ഇത് ബ്ലൂ കളറായിട്ട് മാറും. ബ്ലൂ കളർ ഓഫ് ദ ക്രിസ്റ്റൽ റീഅപ്പിയേഴ്സ്. വീണ്ടും ആ ബ്ലൂ കളർ തിരിച്ചു വരും.